നമസ്കാരം. ഇന്നത്തെ ലേമാൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 4ാമത്തെ യൂണിറ്റിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. പ്രകാശത്തിന്റെ പ്രതിപതനം. അതിനുശേഷം ഈ യൂണിറ്റിൽ തുടക്കത്തിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പ്രകാശത്തിന്റെ മറ്റൊരു സവിശേഷതയായ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഈ പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യേണ്ടതുണ്ട്. ആ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പ്രകാശ സ്രോതസ്സായി ഒരു ലേസർ ടോർച്ചും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഈ വെള്ളം എടുത്തിരിക്കുന്ന പാത്രം ട്രാൻസ്പെറൻ്റ് ആണ്. പ്രകാശം കടന്നു പോകുന്ന വസ്തുവാണെന്നർത്ഥം. പ്രകാശം കടന്നു പോകും. അപ്പൊ ഞാനിതിലേക്ക് ഈ ജലത്തിലേക്ക് ലേസർ ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം കടത്തിവിടുവാനാണ് പോകുന്നത്. അപ്പോ ആമുഖമായി പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് ഇതിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ പ്രകാശം കടന്നു പോകുന്ന മാർഗത്തിൽ 3 മീഡിയകളാണുള്ളത്. ഒന്ന് എയറുണ്ട്, മറ്റൊന്ന് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ, അത് പ്ലാസ്റ്റിക് ആണ്, ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് ആണ്. തുടർന്ന് ജലമാണ്, അതിന് മുകളിൽ എയറുമാണ്. അതായത് ഞാൻ പ്രകാശം കടത്തിവിടാൻ ഉദ്ദേശിക്കുന്ന മാർഗത്തിൽ ഉള്ള സബ്സ്റ്റൻസുകളെല്ലാം ട്രാൻസ്പെറന്റ് ആണ്, പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പ്രകാശം കടത്തിവിട്ടാൽ എയറിലൂടെ പ്രകാശം വരും. തുടർന്ന് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൂടെ കടന്ന് ജലത്തിലൂടെ കടന്ന് വായുവിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് ഇവിടെ എല്ലാ വസ്തുക്കളും ട്രാൻസ്പെറൻ്റ് ആയതിനാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഓരോ മീഡിയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രകാശം കടന്നു പോവുകയും ഓരോ സന്ദർഭത്തിലും അതാതിൻ്റെ സ്വഭാവം അനുസരിച്ച് റിഫ്രാക്ഷൻ ഉണ്ടാവുകയും ഡീവിയേറ്റ് ചെയ്യുകയുമാണ് വേണ്ടത്. എന്നാൽ ഇവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. ആ പ്രതിഭാസമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, ഇതിലേക്ക് ഞാൻ പ്രകാശം പതിപ്പിക്കുകയാണ്. അപ്പൊ നോക്കുക, എയറിലൂടെ പ്രകാശം വന്ന് വാട്ടർ സർഫസിലെത്തി തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഇവിടെ വായുവിലൂടെ വന്ന് ജലത്തിൽ പ്രവേശിച്ച പ്രകാശം ജലത്തിന് മുകളിലുള്ള വായുവിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം തിരിച്ച് ജലത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പ്രകാശത്തിന്റെ തീവ്രത കൂടുതലായതിനാൽ ഇത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അരണ്ട വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ഞാൻ ഈ സംവിധാനത്തെ മാറ്റുകയാണ്. നോക്കൂ, പ്രകാശം ടോർച്ചിലൂടെ വന്ന് പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഭിത്തിയിലൂടെ കടന്ന് വാട്ടർ സർഫസിലെത്തി. വാട്ടർ സർഫസിൽ എത്തിയതിനു ശേഷം സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് മുകളിലേക്ക് പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്കിവിടെ വ്യക്തമായി കാണാം, ആ പ്രകാശം സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് പോരുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വാട്ടർ സർഫസ് ഒരു കണ്ണാടി പോലെയാണ് പ്രവർത്തിക്കുക, ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് പോലെയാണ് പ്രവർത്തിക്കുക. ഇനി മുകളിൽ നിന്ന് നോക്കിയാൽ ടോപ്പ് ലെവലിൽ നിങ്ങൾ നോക്കുക, അപ്പോഴും പ്രകാശം തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ പ്രതിഭാസത്തെക്കുറിച്ച് ചിത്രത്തിൻ്റെ സഹായത്തോടെ വിശദമായി പഠിക്കാം. നാം ഇപ്പോൾ കണ്ട ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം എന്ന പ്രതിഭാസത്തിൻ്റെ കൂടുതൽ വ്യക്തതയുള്ള ഈ ചിത്രമൊന്ന് കാണൂ. ഇവിടെ പ്രകാശം ജലത്തിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ഉപരിതലത്തിലെത്തുമ്പോഴാണ്, സർഫസിലെത്തുമ്പോഴാണ് അടുത്ത മീഡിയമായ വായുവിലേക്ക്, എയറിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം അതേ മാധ്യമമായ, അതേ മീഡിയമായ ജലത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത്. നോക്കൂ, ജലത്തിനാണോ വായുവിനാണോ പ്രകാശിക സാന്ദ്രത കൂടുതലുള്ളത്, ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത്? നമുക്കറിയാം, വാട്ടറിനാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമായി, ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിൽ നിന്നും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോഴാണ് നാം ഇപ്പോൾ കണ്ട പൂർണ്ണാന്തര പ്രതിപതനം എന്ന പ്രതിഭാസമുണ്ടാകുന്നത്.
ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാവുന്നൊരു സംശയമുണ്ട്. ഇത്തരത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോഴെല്ലാം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുമോ? ഇല്ല, അതിന് സാധ്യതയില്ല. കാരണം നാം പലപ്പോഴും ജലത്തിൽ നിന്നും പ്രകാശം പുറത്തു വരുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ജലത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള എയറിലേക്ക് പ്രകാശം പുറത്തു വരുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, ജലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശരശ്മികളെല്ലാം ഇത്തരത്തിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകുകയാണെങ്കിൽ ജലത്തിനടിയിലുള്ള ഒരു വസ്തുവിനെയും നമുക്ക് കാണാനാകില്ലല്ലോ. എന്നാൽ ജലത്തിനടിയിലെ വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് എല്ലായ്പ്പോഴും ഇത്തരത്തിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല. അപ്പോൾ ഏതു സാഹചര്യത്തിലാണ് ഈ പ്രതിഭാസം നടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ചിത്രം കാണൂ. ജലത്തിനടിയിലെ ഒരു പ്രകാശസ്രോതസ്സിൽ നിന്നും വായുവിലേക്ക് പ്രകാശരശ്മികൾ പ്രവേശിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുകയാണിവിടെ. ലൈറ്റ് സോഴ്സിൽ നിന്നും വ്യത്യസ്തമായ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വ്യത്യസ്തമായ പതനകോണിൽ പുറപ്പെടുന്ന 5 പ്രകാശരശ്മികളെയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ രശ്മി നോർമലായാണ് വാട്ടർ സർഫസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ പതിക്കുന്നത്. അതുകൊണ്ട് അത് രണ്ടാമത്തെ മാധ്യമത്തിലൂടെ ഡീവിയേഷൻ കൂടാതെ റിഫ്രാക്ഷൻ കൂടാതെ കടന്നു പോകുന്നു. അതായത് ഒന്നാമത്തെ രശ്മിയെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ ഓഫ് ഇൻസിഡൻസും 0 ആണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 0 ആണ്. പതനകോണും 0 അപവർത്തനകോണും 0. ഇനി അതിലെ രണ്ടാമത്തെ രശ്മി നോക്കൂ. അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി പതനകോണിലാണ് പ്രകാശം വാട്ടർ സർഫസിലെത്തുന്നത്. ഇവിടെ പ്രകാശം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രവേശിക്കുന്നതിനാൽ റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകന്നു പോകുന്നു, അഥവാ വാട്ടർ സർഫസിലേക്ക് അല്പം ചെരിഞ്ഞ് രണ്ടാമത്തെ മീഡിയമായ വായുവിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ രശ്മിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപവർത്തന കോൺ 42 ഡിഗ്രിയാണ്. ഇനി മൂന്നാമത്തെ ലൈറ്റ് റേ നോക്കൂ. രണ്ടാമത്തേതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന പതനകോണിലാണ്, അതല്ലെങ്കിൽ കുറച്ചുകൂടി ചെരിഞ്ഞാണ് ഈ രശ്മി വാട്ടർ സർഫസിൽ പതിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടുകയും 42 നിന്ന് 59 ഡിഗ്രിയായി അത് കൂടുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ റിഫ്രാക്റ്റഡ് റേ കുറച്ചുകൂടി വാട്ടർ സർഫസിലേക്ക് ചെരിഞ്ഞാണ് കടന്നു പോകുന്നത്. ഇനി നാലാമത്തെ രശ്മി നോക്കൂ. അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും കൂടിയപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വർദ്ധിച്ച് റിഫ്രാക്റ്റഡ് റേ വാട്ടർ സർഫസിലൂടെ കടന്നു പോകുന്നു. ദാറ്റ് ഈസ് നൗ റിഫ്രാക്റ്റഡ് റേ ഗ്രേസസ് എലോങ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ മീഡിയ. അപ്പോൾ ഈ ചിത്രത്തിലെ ഓരോ ഇൻസിഡൻറ്റ് റേസും കറസ്പോണ്ടിങ് റിഫ്രാക്റ്റഡ് റേസും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, പ്രകാശം ഇത്തരത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടുകയും തൽഫലമായി അത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ സർഫസിലേക്ക് കൂടുതൽ കൂടുതൽ വളയുകയും ചെയ്യുന്നു, കൂടുതൽ കൂടുതൽ ബെൻഡ് ചെയ്യുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത്തരത്തിൽ വർദ്ധിച്ച് ഒരു പർട്ടിക്കുലർ ആംഗിളിലെത്തുമ്പോൾ ആ പ്രകാശരശ്മി 2 മാധ്യമങ്ങളെയും വേർതിരിക്കുന്ന സർഫസിലൂടെ സർഫസിനെ ഉരസി കടന്നു പോവുകയും ചെയ്യുന്നു. അതായത്
അപവർത്തന കോൺ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്നു. ഈ സന്ദർഭത്തിലെ പതനകോണിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ക്രിറ്റിക്കൽ കോൺ എന്ന് വിളിക്കുന്നു, ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നു. അതായത് ഈ ചിത്രത്തിലെ സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആംഗിൾ ഈ മീഡിയത്തിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. അപ്പോൾ എന്താണ് ക്രിറ്റിക്കൽ ആംഗിൾ? ഒരു പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ സാന്ദ്രതയുള്ള മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതനകോണിനെ ക്രിറ്റിക്കൽ കോൺ എന്ന് വിളിക്കുന്നു. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ മീഡിയം ഓഫ് greater optical density to that of a lower optical density, the angle of incidence at which the angle of refraction becomes 90 degree is called critical angle. ചിത്രത്തിൽ ഒന്നുകൂടി നോക്കൂ. രണ്ടാമത്തെ രശ്മിയുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രിയാണ്. അപ്പോഴത്തെ റിഫ്രാക്റ്റഡ് ആംഗിൾ 42 ആണ്. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 42 ആകുന്നുള്ളൂ. അതുകൊണ്ട് 30 ഡിഗ്രിയെ നമുക്ക് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയാൻ കഴിയില്ല. മൂന്നാമത്തെ രശ്മിയെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 59 ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻസിഡൻ്റ് ആംഗിളായ 40 ഡിഗ്രിയെ നമുക്ക് ഈ മീഡിയത്തിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ നാലാമത്തെ രശ്മിയെ സംബന്ധിച്ചിടത്തോളം, ചിത്രത്തിലെ നാലാമത്തെ രശ്മിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ സന്ദർഭത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയ സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആംഗിളിനെ നമുക്ക് ക്രിറ്റിക്കൽ ആംഗിൾ, ക്രിറ്റിക്കൽ കോൺ എന്ന് പറയാം. അപ്പോൾ എന്താണ് ക്രിറ്റിക്കൽ കോൺ എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പൂർണ്ണാന്തര പ്രതിപതനത്തെക്കുറിച്ചാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ കുറിച്ചാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ച് മറ്റൊന്നിലേക്ക് പോയി. അത് വഴിമാറിപ്പോയതല്ല. ക്രിറ്റിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസത്തിന് കൃത്യമായ ഒരു നിർവചനം നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന ആശയത്തിലേക്ക് പോയത്. ഇനി ആ ചിത്രത്തിലേക്ക് വീണ്ടും നോക്കൂ. ക്രിറ്റിക്കൽ ആംഗിളിലാണ് ഇവിടെ നാലാമത്തെ രശ്മി പതിക്കുന്നത്. ഇനി അഞ്ചാമത്തെ റേ നോക്കൂ. അത് അതിനേക്കാൾ കൂടുതൽ ചെരിഞ്ഞാണല്ലോ പതിക്കുന്നത്. അതായത് അഞ്ചാമത്തെ രശ്മിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിൽ പതിച്ച രശ്മിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. അതെ, ഇൻസിഡന്റ് റേ റിഫ്രാക്ഷൻ സംഭവിച്ച് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം അതേ മാധ്യമത്തിലേക്ക് തന്നെ, ജലത്തിലേക്ക് തന്നെ അപവർത്തനം സംഭവിക്കാതെ, റിഫ്രാക്ഷൻ സംഭവിക്കാതെ തിരിച്ചു പോകുന്നു. അതായത് അഞ്ചാമത്തെ രശ്മിക്ക് ഇവിടെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചിരിക്കുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നതിന് കൃത്യമായ ഒരു നിർവചനം നൽകാം. പ്രകാശിക സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിലേക്ക് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശം പതിക്കുമ്പോൾ അത് അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. When a ray of light passes from a medium of greater optical density to a lower optical density at an angle of incidence greater than critical angle, the ray is reflected back to the same medium without undergoing refraction. This phenomenon is called total internal reflection. ഇപ്പോൾ നാം ക്രിറ്റിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കി, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഏതെല്ലാം നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോഴാണ്, അനുകൂലമാകുമ്പോഴാണ്
ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്, പൂർണ്ണാന്തര പ്രതിപതനം ഉണ്ടാകുന്നത്? ഒന്ന്, പ്രകാശം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയുള്ളൂ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയുള്ളൂ. ഇനി മറ്റൊന്ന്, അങ്ങനെ പ്രവേശിക്കുമ്പോൾ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോൺ അവിടത്തെ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാകുകയും വേണം. അതായത് ഏതൊരു ജോഡിയെ സംബന്ധിച്ചിടത്തോളവും ഒരു കൃത്യമായ ക്രിറ്റിക്കൽ കോൺ ഉണ്ടാകും. ജലത്തെ സംബന്ധിച്ച് അത് 48.6 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമത്തിൻ്റെ ക്രിറ്റിക്കൽ കോൺ അളവ് എത്രയാണോ അതിനേക്കാൾ കൂടിയ കോണളവിൽ പ്രകാശം പതിക്കുമ്പോൾ മാത്രമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്, പൂർണ്ണാന്തര പ്രതിപതനം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ പ്രകാശത്തിന് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അതേ മാധ്യമത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. ആന്തര പ്രതിപതനമാണ്. ഇനി മറ്റൊരു ചോദ്യം, എന്തിനാണ് അതിനോടൊപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് ചേർത്ത് പറഞ്ഞത്? റിഫ്ലക്ഷനാണ്, ഇന്റേണൽ റിഫ്ലക്ഷനാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനാണ്. ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. സാധാരണഗതിയിൽ ഒരു സർഫസിൽ തട്ടി പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുമ്പോൾ പരിപൂർണമായും അത് റിഫ്ലക്റ്റ് ചെയ്യാറില്ല, പ്രതിപതിക്കാറില്ല. പ്രതലത്തിൻ്റെ സ്വഭാവമനുസരിച്ച് കുറച്ച് പ്രകാശം ആ പ്രതലം ആഗിരണം ചെയ്തതിന് ശേഷം ബാക്കി പ്രകാശം മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യാറുള്ളൂ. നല്ല മിനുസമുള്ള കണ്ണാടിയിൽ പോലും പ്രകാശം പൂർണ്ണമായും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ ആദ്യ മീഡിയത്തിൻ്റെ സർഫസിലെത്തുന്ന പ്രകാശം അല്പം പോലും റിഫ്രാക്ഷനിലൂടെയോ മറ്റേതെങ്കിലും തരത്തിലോ നഷ്ടം സംഭവിക്കാതെ പൂർണ്ണമായും റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലം പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല. എത്ര തീവ്രതയിലാണോ സർഫസിലേക്ക് പ്രകാശം വന്ന് പതിച്ചത് അതേ തീവ്രതയിൽ തന്നെയായിരിക്കും പ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോവുക. ഈ വസ്തുത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രതിഭാസത്തെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. വാർത്താവിനിമയ രംഗത്ത് വളരെ ഫലപ്രദമായും വ്യാപകമായും ഒപ്റ്റിക്കൽ ഫൈബറുകൾ നാം ഉപയോഗിച്ചു വരുന്നു. നാം അയക്കുന്ന ഇൻഫർമേഷൻ സിഗ്നലുകൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടന്നു പോകുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകമായ പദാർത്ഥങ്ങൾ കൊണ്ട് പ്രത്യേകമായ രീതിയിൽ നിർമ്മിച്ച ഈ നേർത്ത ഫൈബറിലേക്ക് പ്രവേശിക്കുന്ന സിഗ്നലുകൾ ആവർത്തിച്ച് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വിധേയമായി മുന്നോട്ട് പോകുന്നത് കാണുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലം ഊർജ്ജനഷ്ടം, എനർജി ലോസ് ഉണ്ടാകാത്തതിനാൽ നാം അയക്കുന്ന സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ യാതൊരു കുറവും വരാതെ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള അനേകം സിഗ്നലുകളെ ഒരേ സമയം ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ അയക്കാൻ കഴിയുന്നുവെന്നതാണ് ഇതിൻ്റെ മേന്മ. ചുരുക്കത്തിൽ ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ നാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ ആധുനിക ചികിത്സാ രംഗത്തും ഇത് നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് എൻഡോസ്കോപ്പി. അതായത് എൻഡോസ്കോപ്പി ചെയ്യുന്ന അവസരത്തിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ഇവിടെ നോക്കൂ, നമുക്കേറെ പരിചിതമായ ഒരു പ്രതിഭാസമാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ അക്വേറിയത്തിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ അക്വേറിയത്തിലുള്ള വസ്തുക്കൾ ജലത്തിൻ്റെ സർഫസിൽ ഒരു കണ്ണാടിയിലേതെന്ന പോലെ കാണാൻ കഴിയുന്നു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇതെങ്ങനെ വിശദീകരിക്കും? നോക്കാം.
നാം ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിത്രം, നമ്മുടെ പ്രതിബിംബം അതിൽ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മിൽ നിന്നും കണ്ണാടിക്ക് നേരെ പോകുന്ന പ്രകാശരശ്മികൾ അതിൽ തട്ടി തിരിച്ചു വരുമ്പോഴാണല്ലോ നാം നമ്മുടെ ഇമേജ് കണ്ണാടിയിൽ കാണുന്നത്. അതിന് സമാനമായ കാര്യമാണ് ഇവിടെ ഈ അക്വേറിയത്തിൽ സംഭവിക്കുന്നത്. അക്വേറിയത്തിനുള്ളിലെ പ്രകാശപൂരിതമായ ജലത്തിലിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും പ്രകാശം, ലൈറ്റ് റേസ് പല ഭാഗത്തേക്കും പോകുന്നുണ്ടാകും. ഇങ്ങനെ വാട്ടർ സർഫസിലേക്ക് പോകുന്ന രശ്മികളിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളായ 48.6 ഡിഗ്രിയേക്കാൾ കൂടുതലായാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രശ്മികൾ അവിടെ എത്തുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലം തിരിച്ച് താഴേക്ക് പോരും. അതായത് അക്വേറിയത്തിൽ നിന്നും പോകുന്ന പ്രകാശരശ്മികളിൽ പല ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉള്ള പ്രകാശരശ്മികളും ഉണ്ടാകും. അവയിൽ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ പതനകോണിൽ സർഫസിലെത്തുന്ന പ്രകാശരശ്മികളെല്ലാം അവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിലൂടെ തിരിച്ച് താഴേക്ക് പോരും. അപ്പോൾ അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് നോക്കുന്ന ആളുടെ കണ്ണിലേക്ക് അക്വേറിയത്തിലെ വസ്തുക്കളിൽ നിന്നും പുറപ്പെട്ട പ്രകാശം പ്രതിപതിച്ചെത്തുന്നതിനാൽ, റിഫ്ലക്റ്റ് ചെയ്തെത്തുന്നതിനാൽ ആ വസ്തുക്കളുടെ ഇമേജ് അയാൾക്ക് വാട്ടർ സർഫസിൽ കാണാനാകും. അതായത് ഇവിടെ വാട്ടർ സർഫസ് അയാൾക്ക് നേരെ തിരിച്ചു പിടിച്ച ഒരു കണ്ണാടി പോലെ അയാൾക്ക് അനുഭവപ്പെടും. ഇനി ഈ യൂണിറ്റിൽ വരുന്നത് ലെൻസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് നടന്ന ക്ലാസിൻ്റെ നോട്ട് ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ യൂണിറ്റിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് സീൻ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം എ മീഡിയം 1 ടു അനദർ മീഡിയം 2. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ ഫിഗർ. സെക്കൻഡ് വൺ, ഓഫ് ദ 2 മീഡിയ വിച്ച് ഈസ് ഒപ്റ്റിക്കലി ഡെൻസർ. അതായത് പ്രകാശത്തിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കാണാനാണ്. എടുത്തെഴുതുമ്പോൾ തെറ്റുവരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാൽ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് എന്ന ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ഉത്തരം 55 എന്ന് എഴുതി വച്ചേക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, 55 എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ അല്ല. അവിടെ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 - 55 ആണ്, അഥവാ 35 ആണ് എന്ന് ഓർക്കുക. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, ഇതിലേതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലെന്നാണ്. അതും നമ്മൾ പഠിച്ച ഒരു ആശയവുമായി ബന്ധപ്പെട്ടാണ്. ഈ ചിത്രം കണ്ടാൽ മനസ്സിലാകുന്നത് റിഫ്രാക്റ്റഡ് റേ നോർമലിന് അടുത്തേക്കാണ് വളഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ഡെൻസിറ്റി കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ മീഡിയം 2 ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമമെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നോക്കൂ. എ ലൈറ്റ് റേ എ ബി ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഗ്ലാസ് സ്ലാബ് ഫ്രം എയർ. കംപ്ലീറ്റ് ദ പാത്ത് ഓഫ് ദിസ് റേ എമർജിങ് ഔട്ട് ഫ്രം ദ സ്ലാബ്. ഒരു ഗ്ലാസ് സ്ലാബിലേക്ക് പ്രകാശം പതിക്കുകയാണ്. ആ പ്രകാശം ഗ്ലാസ് സ്ലാബിലൂടെ കടന്ന് പുറത്തേക്ക് പോകും. ആ ചിത്രം പൂർത്തിയാക്കി വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ചിത്രം തന്നെയാണത്. അപ്പോൾ അത് വരച്ചു വയ്ക്കുക. നമുക്കറിയാം, ആദ്യം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് പ്രകാശം പതിക്കുക, അതായത് ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്. അതുകൊണ്ട് തന്നെ റിഫ്രാക്റ്റഡ് റേ നോർമലിന് അടുത്തേക്ക് ഡീവിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് ലൈറ്റ് പ്രവേശിക്കുന്നത്, അതായത് ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക്. സ്വാഭാവികമായും റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അതാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അത് വരച്ചു പഠിക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം, മൂന്നാമത്തേത്. എ ലൈറ്റ് റേ എ ബി ഈസ് ഇൻസിഡൻസ് നോർമലി ഓൺ എ വാട്ടർ സർഫസ് ആസ് ഷോൺ. ഹിയർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഡാഷ്. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്നാണ്. ഇതും ചിലപ്പോൾ പെട്ടെന്ന് 90 എന്ന് പറയാൻ സാധ്യതയുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ്. ഇവിടെ ഇൻസിഡൻറ്റ് റേ നോർമലായി തന്നെയാണ് പതിക്കുന്നത്. അതുകൊണ്ട് നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്, അഥവാ ഇവിടുത്തെ ഉത്തരം 0 ആണ്. അതുപോലെ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 0 ആണ്. കാരണം മീഡിയത്തിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് നോർമലായി തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വേണ്ടിയാണെന്ന് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. സീ ദ ഫിഗർ, ഐഡന്റിഫൈ ദ ഓപ്റ്റിക്കൽ ഫിനോമിന. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ പെയർ ഓഫ് മീഡിയ ഈസ് 42 ഡിഗ്രി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലൈക്ലി ടു ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഹിയർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഒന്നാമത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന ഒപ്റ്റിക്കൽ ഫിനോമിന ഏതെന്ന് തിരിച്ചറിയുക എന്നാണ്. നോക്കൂ, ഒരു മീഡിയത്തിൽ നിന്ന് പ്രകാശം വരുന്നു, എന്നിട്ട് അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോരുന്നു. നമുക്കറിയാം, ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം. അടുത്ത ചോദ്യം, ഈ മീഡിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ പെയർ ഓഫ് മീഡിയയുടെ ക്രിറ്റിക്കൽ ആംഗിൾ 42 ആണ് എങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആകാൻ സാധ്യതയുള്ളത് ഏതായിരിക്കും എന്നാണ്. നമുക്കറിയാം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്. ഒന്ന്, പ്രകാശം വരുന്നത് ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കായിരിക്കണം. മറ്റൊന്ന്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലുമാകണം. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണ്. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതനകോൺ ക്രിട്ടിക്കൽ ആംഗിളായ 42നേക്കാൾ കൂടുതലായേ പറ്റൂ. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരേ വാല്യൂ മാത്രമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം 43 എന്നാണ് കിട്ടുക. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? അപവർത്തനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളതിൽ ശരിയായത് ഏതെന്ന. ആദ്യം പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. പതനകോൺ ഈക്വൽ ടു അപവർത്തനകോൺ. രണ്ടാമത്തേത് പതനകോൺ ഡിവൈഡഡ് ബൈ അപവർത്തനകോൺ ഒരു സ്ഥിരസംഖ്യയാണ്, കോൺസ്റ്റന്റ് ആണ്. അടുത്തത് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. നമുക്കറിയാം, റിഫ്ലക്ഷനെ സംബന്ധിച്ചിടത്തോളമായിരുന്നെങ്കിൽ I ഈക്വൽ ടു R ആകുമായിരുന്നു. എന്നാൽ റിഫ്രാക്ഷനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്, ആ 2 ആംഗിളുകളുടെയും സൈൻ വിലകളുടെ റേഷ്യോ ആണ് കോൺസ്റ്റന്റ് ആയി വരിക. അതിനെയാണ് നാം സ്നെൽസ് ലോ എന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു കോൺസ്റ്റന്റ്. ആറാമത്തെ ചോദ്യം, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പതനകോണിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അപവർത്തന കോണിൻ്റെ അളവും കൂടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും. ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്നതാണ് ചോദ്യം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു എല്ലാ സന്ദർഭങ്ങളിലും അത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഓർത്തു വയ്ക്കുക, എല്ലായ്പ്പോഴും ഇത് സംഭവിക്കും. മീഡിയത്തിലുള്ള വ്യത്യാസം പരിഗണിക്കാതെ തന്നെ എല്ലായ്പ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ 2 മീഡിയ എ ആൻഡ് ബി ആർ ഗിവൺ. 2 മീഡിയകളിലൂടെയുള്ള പ്രകാശവേഗം തന്നിട്ടുണ്ട്. ചോദ്യം,
ഇതിൽ ഏതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത്? പ്രകാശവേഗവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ പ്രകാശവേഗം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മീഡിയങ്ങളിൽ പ്രകാശവേഗം കുറവുള്ളത് ബിയിലായതിനാൽ അതിനായിരിക്കണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുണ്ടാവുക. അടുത്ത ചോദ്യം, ഇവിടുത്തെ ബി എന്ന മീഡിയത്തിൻ്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ്, ആപേക്ഷിക അപവർത്തനാങ്കം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിൻ്റെ ഫോർമുല പഠിച്ചിട്ടുള്ളതാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കാണാൻ എ എന്ന മീഡിയത്തിലെ സ്പീഡിനെ ബി എന്ന മീഡിയത്തിലൂടെയുള്ള സ്പീഡ് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 1.33 എന്നാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, absolute refractive index of a medium is 2.4. Find the speed of light through that medium. വാക്വത്തിലൂടെയുള്ള പ്രകാശവേഗം തന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ അറിയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് C/V ആണ്. അതായത് ശൂന്യതയിലെ വേഗത്തെ മീഡിയത്തിലെ വേഗം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുക. അപ്പോൾ നമ്മൾ n = C/V എന്ന ഇക്വേഷൻ എഴുതി. അതിനകത്ത് നമുക്ക് n തന്നിട്ടുണ്ട് 2.4 ആണ്. C എന്നത് 3 × 10⁸ ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മീഡിയത്തിലെ സ്പീഡായ v കണക്കാക്കാൻ പറ്റും. അപ്പോൾ 1.25 × 10⁸ m/s എന്ന് കിട്ടുന്നു. ഇനി 9ാമത്തെ ചോദ്യം കാണുക. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ A, B എന്ന് മീഡിയകൾക്ക് പേരും നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ജലമാണ്, മറ്റൊന്ന് ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ജലമേത് ഗ്ലാസ് ഏത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് കാരണവും പറയണം. അതെങ്ങനെ പറയും? മീഡിയം എയിൽ നിന്ന് മീഡിയം ബിയിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ റിഫ്രാക്റ്റഡ് റേ നോർമലിന് അടുത്തേക്കാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മീഡിയം എക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവും മീഡിയം ബിക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലും ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ഉറപ്പാണ് എ ജലമായിരിക്കണം, ബി ഗ്ലാസുമായിരിക്കണം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ് വിത്ത് ഗ്രേറ്റർ സ്പീഡ് എന്ന എ, ബി എന്ന മീഡിയകളിൽ ഏതിലൂടെയാകും പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക? അപ്പോൾ നമ്മൾ മീഡിയ തിരിച്ചറിഞ്ഞു. എ ജലമാണ്, ബി അതിനേക്കാൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഗ്ലാസ് ആണ്. അപ്പോൾ സ്വാഭാവികമായും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയമായ മീഡിയം എയിലൂടെ അല്ലെങ്കിൽ ജലത്തിലൂടെയായിരിക്കും ഉയർന്ന വേഗത്തിൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ കഴിയുക. 10ാമത്തെ ചോദ്യം നോക്കൂ. വെൻ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം വൺ ട്രാൻസ്പെറൻറ്റ് മീഡിയം ടു അതർ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഇറ്റ് ഡസൻറ്റ് അണ്ടർഗോ റിഫ്രാക്ഷൻ. ഗീവ് ദ 3 പോസിബിൾ റീസൺസ് ഫോർ ദ സെയിം. അപ്പോൾ നമുക്കറിയാം, പ്രകാശം ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ നിന്നും മറ്റൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് റിഫ്രാക്ഷൻ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രകാശത്തിന് റിഫ്രാക്ഷൻ സംഭവിച്ചില്ല. എന്തൊക്കെയാകാം ഇതിന് കാരണങ്ങൾ എന്ന്? അപ്പോൾ 3 സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. ഒരു പക്ഷേ ലൈറ്റ് റേ വന്ന് പതിച്ചത് നോർമലായിട്ടാകാം. അതായത് ഇൻസിഡൻറ്റ് റേ മേ ബി നോർമൽ ടു ദ സർഫസ്. നമുക്കറിയാം, നോർമലായി പതിക്കുമ്പോൾ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല. ചരിഞ്ഞ പ്രകാശരശ്മികളിൽ മാത്രമേ അപവർത്തനം സംഭവിക്കത്തുള്ളൂ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞു ഒരു മീഡിയത്തിൽ മറ്റൊരു മീഡിയത്തിലേക്ക് ചരിഞ്ഞ ഇത്തരത്തിൽ പ്രകാശം പതിക്കുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കാനുള്ള കാരണം അവയുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യസ്തമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യസ്തമായതുകൊണ്ടാണ്. എന്നാൽ 2 മീഡിയങ്ങളുടെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒരുപോലെയാണെങ്കിൽ, തുല്യമാണെങ്കിൽ, ചരിഞ്ഞ പ്രകാശരശ്മിയാണെങ്കിൽ പോലും റിഫ്രാക്ഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ 2ാമത്തെ കാരണം അതാകാം എന്നെഴുതി. ഇനി 3ാമത്തെ മറ്റു സാധ്യത എന്താണ്? അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കാം. അതായത് സാന്ദ്രത കൂടിയ മീഡിയത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞതിലേക്ക് വരികയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരുപക്ഷെ അവിടുത്തെ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുകയും ചെയ്തിരിക്കാം. അപ്പോൾ 3 സാധ്യതകളാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ ഇടവരുത്തുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, ചിത്രം കാണുക. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? ചിത്രത്തിൽ വ്യക്തമാണ്, ചുമന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്ന ആ റിഫ്രാക്റ്റഡ് റേ സർഫസിന് പാരലായിട്ടാണ് കടന്നു പോകുന്നത്. നോർമലുമായി 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആണ്. ഇനി മറ്റൊരു ചോദ്യം,
ഈ പെയർ ഓഫ് മീഡിയയുടെ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണെന്നാണ്. അതായത് നോക്കൂ, പ്രകാശം വന്ന് പതിച്ചു, ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആകുന്ന അവസരത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നാം ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 49 ആണ്. അപ്പോൾ ഈ മീഡിയത്തിൻ്റെ ക്രിറ്റിക്കൽ ആംഗിളും 49 തന്നെ ആയിരിക്കണം. ഇനി അടുത്ത ചോദ്യം, ഇതിലേതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളതെന്ന അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതെന്ന. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നിലുള്ള അവസ്ഥ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയത്തിൽ നിന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മീഡിയം 2 ആയിരിക്കണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മാധ്യമം. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.